ഇതര സംസ്ഥാന ലോട്ടറികൾ കേരളത്തിൽ വിൽക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധവുമായി തൊഴിലാളികൾ. ജിഎസ്ടിക്ക് പുറമെ ഇതര സംസ്ഥാന ലോട്ടറികളുടെ കടന്നുവരവും ഈ മേഖലയെ കൂടുതൽ പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിടുന്നത്. ജിഎസ്ടി നിലവിൽ വന്നതോടെ ആശങ്കയിലായ ഭാഗ്യക്കുറി വിൽപ്പനക്കാരെ വെട്ടിലാക്കുകയാണ് പുതിയ നയം. ഇതോടെ ഇതര സംസ്ഥാന ലോട്ടറികൾ വീണ്ടും കേരളത്തിലേക്ക് വിൽപ്പനയ്ക്കെത്തുകയാണ്. ഇത് ഭാഗ്യക്കുറി വിറ്റ് ഉപജീവനമാർഗം കണ്ടെത്തുന്നവരെ പ്രതികൂലമായി ബാധിക്കുമെന്ന് വിൽപ്പനക്കാർ പറയുന്നു. എന്തായാലും ഞാനടക്കമുള്ള തൊഴിലാളികൾ ഈ സൂപ്പർ ബഹിഷ്കരിക്കുക എന്നുള്ളതാണ്. കാരണം അത് നമുക്ക് മുന്നോട്ട് പോകുന്നൊരു വിഷയമല്ല, അത് താൽക്കാലികം മാത്രമാണ്. നമുക്ക് കേരള ടിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിച്ചു പോകാൻ സാധിക്കുകയുള്ളൂ. ഇതര സംസ്ഥാന ലോട്ടറി ലോബിയെ സഹായിക്കാനാണ് സംസ്ഥാന സർക്കാർ കേരള ലോട്ടറിയുടെ സമ്മാനങ്ങൾ ഭീമമായി വെട്ടിക്കുറച്ചതെന്നും ചരക്കു സേവന നികുതിയുടെ പേരിൽ കമ്മീഷൻ കുറച്ചതെന്നും സംഘടനാ നേതാക്കൾ പറയുന്നു. കേരളത്തിലെ സാധാരണ നടന്നു വിൽപ്പനക്കാരുള്ള ലോട്ടറി തൊഴിലാളി മേഖലയെ താർക്കുന്നതിന് വേണ്ടി ഒരു വൻ ഗൂഢാലോചന ഇടതുപക്ഷ സർക്കാർ ഇതിൻ്റെ പിന്നിൽ നടത്തിയിട്ടുണ്ടാണെന്ന് INTUC മനസ്സിലാക്കുന്നത്. INTUC ഇതിനെതിരെ ശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം കൊടുക്കുകയാണ്. ഇതര സംസ്ഥാന ലോട്ടറി വിൽപ്പന തടയാൻ ഉപരോധ സമരം ഉൾപ്പെടെയുള്ള പരിപാടികൾക്ക് നേതൃത്വം നൽകാനൊരുങ്ങുകയാണ് സംഘടനാ നേതാക്കളും തൊഴിലാളികളും. റിപ്പോർട്ടർ, കോഴിക്കോട്.